എൻ്റെ മോനെ ആ 2.5 വർഷം അങ്ങ് പോയി എന്ന് വെച്ചോ. ഇപ്പം നമ്മളെല്ലാവരും 2.5 വർഷമായിട്ട് കാത്തിരിക്കുന്ന സൂര്യയുടെ കങ്കു എന്നുള്ള മൂവി. ഒരുപാട് പ്രതീക്ഷയുടെ മുകളിൽ പ്രതീക്ഷയും. ഞാനൊരു സൂര്യ ഫാനല്ല, വിജയ് ഫാനല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫാനും അല്ല. പടമാണ് നമ്മുടെ കാര്യം. അതായത് മൂവി എങ്ങനെയാണോ ആ മൂവിയുടെ ഒരു വാല്യൂ അനുസരിച്ച്, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, അത് പ്രത്യേകിച്ച് ഒരു നടനില്ല, ഒരു നടിയില്ല, ആണ് നമുക്ക് ഏറ്റവും കാര്യം. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു പടം ഏകദേശം നമ്മൾ ജയ് ഭീം ഉണ്ടായിരുന്നു, സുരാരി പോട്ടർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ക്യാമിയോ ആയിട്ട് നമ്മുടെ വിക്രമിൽ റോളക്സ് ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു മൂവ്മെൻറ്റിൽ പോയിക്കോട്ടെ നമ്മുടെ സൂര്യ അണ്ണൻ്റെ ഈ ഒരു പടമാണ് കങ്കു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കങ്കുയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡീകോഡ് ചെയ്തപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പടം ഒന്നില്ലെങ്കിൽ 1 ഹിറ്റ് ആവും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുമെന്ന്. ആ ഫ്ലോപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ ഏകദേശം അത് അറം പറ്റിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യയുടെ അഭിനയം നല്ലതാണ്, VFX നല്ലതാണ്, ബാക്കി സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 5 പൈസയ്ക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ സ്ക്രിപ്റ്റിന് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറും ഇതും കൂടി കണക്ട് ചെയ്യണമെങ്കിൽ, ഒരു ഫ്യൂച്ചറും പാസ്റ്റും കൂടി കണക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് വെളിവും വെക്കാനൊക്കെ വേണം. അപ്പോൾ ആ ഒരു സാധനം ഇല്ലാത്തതിൻ്റെയും പിന്നെ എന്താ പറയുക, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റണ്ട് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഹോളിവുഡിലെ പല സിനിമകളും കോപ്പി ചെയ്ത് പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തിൽ നന്നായിട്ട് തന്നെ സക്സസ് ആവാനും സാധിച്ചിട്ടുണ്ട്. എഡിറ്റിങ്ങിലെ നിഷാദ് യൂസഫിൻ്റെ ചെറിയ ചെറിയ പാളിച്ചകൾ, ആളിപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയല്ല, എന്നാലും ചെറിയ ചെറിയ പാളിച്ചകൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം VFXിലുള്ള അത്രയും പെർഫെക്ഷൻ, VFXിൽ എടുത്തു പറയേണ്ട പെർഫെക്ഷൻ എന്ന് പറയുന്ന ആ ഫ്യൂച്ചറിലുള്ള ടൈമിലുള്ള പെർഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ് എടുത്തു പറയേണ്ടത്. പ്രസൻറ്റിലുള്ള കാര്യത്തിൽ പല ശ്രമങ്ങളിലും VFXിനുള്ള പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ 350 കോടി ഇവർ എന്തിലാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ല. കാരണം ആ ഒരു വിഷ്വലൈസേഷനിലുണ്ടെങ്കിലും ആ പടത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി പെർഫെക്ഷനൊക്കെ ആയിട്ട്, ഇതൊരു നോർമലായിട്ടൊരു 100 crores 150 crores ഒരു പ്രൊജക്റ്റിൽ ചെയ്യാവുന്ന ഒരു കാര്യം ബാക്കി എവിടെയൊക്കെയോ നടന്മാർക്ക് സ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ. ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അൺവാണ്ടഡ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമിച്ചതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാശ് പോയത്. പക്ഷേ കാശ് പോയതിനേക്കാളും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2.5 വർഷം സൂര്യനെ വേറെ ഒരു സിനിമയും ചെയ്യിക്കാതെ സിരുത്തെ ശിവ ചെയ്ത ഒരു പണ്ടാറടങ്ങിയ പണിയായിപ്പോയി. ഒരിക്കലുണ്ട് അജിത്തിനെ കൊണ്ട് ഒരു വഴിയാക്കി വിട്ട്, ഇപ്പോൾ ദേ സൂര്യനെ കൊണ്ട് ഒരു വഴിയാക്കി വിട്ട്. പടം ഭയങ്കര ഫ്ലോപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പല്ല. കാരണം ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങളും ആ ഒരു ആക്ഷൻ സീനുകളും കാര്യങ്ങളൊക്കെ, പിന്നെ നമുക്കറിയാമല്ലോ 7 അഭിനയിച്ചപ്പോൾ തൊട്ട് അങ്ങനെയുള്ള ഒരു ട്രൈബലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേര് പൊളിയായിട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സൂര്യയുടെ പെർഫോമൻസിനെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ദിശ പട്ടാനിനെ ഞാൻ ആ ഒരു ഡീകോഡിങ് പറഞ്ഞ പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള ക്യാരക്ടറൊന്നുമല്ല. പിന്നെ നമ്മുടെ ബോബി ഡിയോളിനെ പാവം എവിടെയോ കിടന്ന് അങ്ങേരെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങേരെ എന്താണ്ട് ഒരുമാതിരി ബാർബർ ഷോപ്പിൽ കൊണ്ടു നിർത്തിയ ഒരു പാവം തൂപ്പുപടിക്കാരനെ പോലെ ആക്കി വെച്ച് ആ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും അത്ര സ്ക്രിപ്റ്റിൽ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേവിശ്രീ പ്രസാദിൻ്റെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ അനിരുദ്ധിൻ്റെ BGM കേട്ടാണോ ഈ ദേവിശ്രീ പ്രസാദിൻ്റെ ഈ ഒരു കാര്യം DSP ഒരു കാലത്ത് എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ അനിരുദ്ധിൻ്റെ ഈ ടക്ക് 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 എന്നുള്ള മ്യൂസിക് കേട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ബാക്കിയുള്ള മ്യൂസിക്കിനോട് കിട്ടാത്തത്. പിന്നെ BGMൽ എന്ന് പറഞ്ഞാൽ ഒരേ BGM ആ പടം തുടങ്ങും മുതൽ അവസാനം വരെ എടുത്ത് കൊണ്ടുപോയി അതിനെ കുറച്ചങ്ങ് വെറുപ്പിച്ച് കളഞ്ഞു. ആ ഒരു കങ്കുവ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന പോലെ പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ വളരെ കുറച്ചാണെങ്കിൽ പോലും അതിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ പാസ്റ്റിലുള്ള ആ ഒരു ക്യാരക്ടറിനും ആ ഒരു കഥയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ളത്. പിന്നെ നിങ്ങൾ പടം കാണുന്നതിന് മുമ്പായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളോ, അല്ലെങ്കിൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബാഹുബലി ലെവലിലുള്ളൊരു മൂവി, അല്ലെങ്കിൽ അതിന് മുകളിൽ പോകുന്നൊരു മൂവി ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ആ ഒരു സൂര്യയുടെ ഡെഡിക്കേഷൻ കാര്യങ്ങൾ നമുക്കൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ആ ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് എന്ത് ആക്കി എന്നുള്ള കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അങ്ങേരെ ഒരു ഭാഗത്ത് നന്നായിട്ട് അഭിനയിച്ചു, ബാക്കിയുള്ളവരൊക്കെ എന്തോ കാണിച്ച് ചെയ്തു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഏതോ വഴിക്ക് പോയി സിരുത്തെ ശിവയുടെ സ്ഥിരം പല്ലവി ഇവിടെ ആവർത്തിച്ചു. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ സംഭവം ഔട്ട് ഓഫ് ലെവൽ. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. പടം ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാം. കാരണം തിയേറ്ററിൽ തന്നെ കാണണം. VFXിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. നമുക്ക് OTTയിൽ വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കൃത്യമായിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു ഇറങ്ങിയ സമയത്ത് തന്നെ ഇത്രയും പൈസ കൊടുത്ത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല. കുറച്ച് പൈസയൊക്കെ കുറഞ്ഞതിന് ശേഷം
അതായത് നോർമലായിട്ടുള്ള പ്രൈസിൽ വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ട് പോയി കണ്ടാലും കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അത്ര നിങ്ങളൊരു ആൻസൈറ്റിയിൽ പോയിട്ട് കണ്ടതോ അല്ലെങ്കിൽ ഇത് കണ്ടേ പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ അത് രീതിയിലായിരുന്നു. കാരണം 2.5 വർഷം അതിൻ്റെ ട്രെയിലർ ടീസർ അത് ഇത് നമ്മൾ ഡീകോഡിങ് ഒരു വശം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, പക്ഷേ ഞാൻ ഡീകോഡ് ചെയ്ത കാര്യങ്ങൾ മുക്കാലും ശരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഡീകോഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമ മൊത്തമായിട്ട് ഒരു ട്രെയിലറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ അൽഫോൺസ് പുത്രനെ പോലുള്ള ഒരു ട്രെയിലർ കട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. സിനിമ വേറെ ഭാഗത്തായിരിക്കും, ട്രെയിലർ വേറെ ഭാഗത്തായിരിക്കും, പിന്നെ എഡിറ്റ് ചെയ്യുന്ന വേറെ ഭാഗത്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, എടുത്തു പറയേണ്ടത് സ്റ്റുഡിയോ ഗ്രീൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം ഒരുപാട് സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പത്തെ പടത്തിൻ്റെ ബാക്കി കൊടുക്കാനുള്ള പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് സ്റ്റുഡിയോ ഗ്രീൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് പടം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആയിപ്പോയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തന്നെയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഈ ഒരു 154 മിനിറ്റിൻ്റെ ഈ ഒരു ദൈർഘ്യം കേട്ടോ, അത് കുറച്ച് 1020 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ക്രിഞ്ചാണ്, ഒന്നും പറയാനില്ല. ആ പടത്തിൽ അത്ര 20 മിനിറ്റ് ശിവയുടെ സ്ഥിരമായിട്ടുള്ള ക്രിഞ്ചുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ്. പിന്നെ അങ്ങ് പടം ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്, എന്നാലും ആ സ്ക്രിപ്റ്റ് അങ്ങ് ഒക്കാത്തതുകൊണ്ട് സംഭവം അങ്ങ് പാളിന്ന് പോയി, കയ്യിൽ നിന്ന് അങ്ങോട്ട് പാളിപ്പോയി എന്ന് പറയില്ല, അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം, വെട്രി പളനിസ്വാമിയുടെ സിനിമാറ്റോഗ്രാഫിയാണ്. അദ്ദേഹത്തിൻ്റെ ഹാറ്റ്സ് ഓഫ് ആണ്, എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെയാണ് അദ്ദേഹം ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ക്യാമിയോ റോളുടെ കാര്യങ്ങളൊന്നും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് സിനിമയിൽ ആകെ എന്തെങ്കിലുമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഇരിക്കുന്നത് ആ ഒരു കാര്യം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് നിങ്ങൾ അവിടെ പോയി കണ്ടറിയുക, അല്ലാതെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പടം ഇത്ര ബിൽഡപ്പ് കൊടുക്കാതെ ചിലപ്പോൾ എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് നോർമൽ ഒരു പടത്തിൻ്റെ ഒരു ലെവലിൽ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു പബ്ലിസിറ്റിയെ കൊടുത്ത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും നമ്മളെ കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷനിലായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പടം ഫീൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അത് എൻ്റെ മാത്രമുള്ള ഒരു അഭിപ്രായമായിട്ടാണ്. കാരണം ഓവർ എക്സ്പെക്റ്റേഷൻ വരാ, ഓവർ എക്സ്പെക്റ്റേഷനിലേക്ക് പോയി, ഓവർ എക്സ്പെക്റ്റേഷനാണ് ഒറ്റയടിക്ക് ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഇട്ടത്. അപ്പോൾ അത് വലിയൊരു കാര്യമാട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നോർമൽ ഒരു മൂവി, സൂര്യയുടെ നോർമൽ മൂവി അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു നടൻ്റെ ഒരു മൂവി എന്നുള്ള രീതിയിൽ പോയി കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊരു സക്സസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകളാട്ടോ. പാട്ടുകളൊക്കെ ഒരു ആവറേജ്, നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്, പാട്ടുകളൊക്കെ ഏകദേശം ഒരു ആവറേജ് ആയിട്ടുള്ള പാട്ടുകളാണ്. സിനിമാറ്റോഗ്രാഫി കൊള്ളാം, VFX കൊള്ളാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊള്ളാവുന്നതുകൊണ്ട് എഡിറ്റിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ, മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെറിയ പാളിച്ചകൾ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറിപ്പോയി. പിന്നെ ഓവറോളായിട്ട് ഈ ഒരു സിനിമ OTTയിൽ വരുമ്പോൾ കാണുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് നമുക്ക് VFXും കാര്യങ്ങളൊക്കെ എടുത്തറിയാൻ പറ്റില്ല. എന്നാലും ഒരുപാട് കാശ് മുടക്കി പോകാൻ പറ്റില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും OTT വരെ വെയിറ്റ് ചെയ്ത് OTTയിൽ കണ്ടാൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മൂവിയുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2.8, 5ൽ 2.8 ആണ്. ഒരു ആവറേജ് മൂവി എന്ന രീതിയിൽ മാത്രം ഉള്ളൊരു മൂവി തന്നെയാണ്. കാരണം വൺ ടൈം വാച്ചബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എഫേർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് വൺ ടൈം ഇത് കേട്ടോ. പക്ഷേ ഇത് എൻ്റെ മാത്രം ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം വളരെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെയുള്ള കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ, അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഓഡിയൻസും ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലുള്ള പടമാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൂടാതെ തന്നെ ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങളുടെ വയസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ കണ്ടു നോക്കുമ്പോഴും അതിന് മുമ്പ് നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഡീകോഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ നമുക്ക് ഈ മൂവിയിൽ എത്ര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ മൂവി നമ്മൾ എത്രയധികം പ്രഡിക്റ്റ് ചെയ്തിട്ടാണ് പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതില്ലാതെ നമുക്ക് ഈ മൂവിനെക്കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും സൂര്യയുടെ അഭിനയത്തിന് ഹാറ്റ്സ് ഓഫ്. ചിരിച്ച ശിവ, ഇനി ദയവ് ചെയ്ത് ആരെങ്കിലും ഇതുപോലെയൊന്നും പോയി ഒന്നും ചെയ്യാൻ പോകരുത്. ആര് വിളിച്ചാലും നീ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടേക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഹോളിവുഡ് പടങ്ങൾ കണ്ടോ, കാണണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ കണ്ട പടങ്ങൾ അതേപോലെ എടുക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അതൊക്കെ സ്വന്തമായിട്ടുള്ള കഴിവുകളാണ്. വല്ല ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അടുത്തൊരു മൂവിയുടെ അടുത്ത റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതിന് നടുവിലായിട്ട് നമ്മൾ ഒരുപാട് അടിപൊളി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെ അടിച്ചു പൊളിച്ച് നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൂടെ വരിക. ഓക്കെ, ബൈ.